ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനിന്ന് ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഉൾപ്പെടുത്തിയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും കൂട്ടുകാരെ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളത് ആർച്ച് ഡാമാണ് കേട്ടോ, നമ്മളെ ഇടുക്കിയിലെ ആർച്ച് ഡാമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് കാണുന്ന ഈ ഒരു കാഴ്ചയാണ് കേട്ടോ. ഞാനത് കുറച്ച് ലെങ്തി ആയിട്ട് പിടിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് ഈ ആർച്ച് ഡാം നമ്മൾ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആ മറു സൈഡിൽ നിന്ന് കാണും കേട്ടോ. അത്രയ്ക്ക് കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇതൊരു സൈഡ് യാത്ര മാത്രമാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ആർച്ച് ഡാം കണ്ടാൽ മാത്രമേ നമുക്ക് മറു സൈഡിൽ പോകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഭംഗിയും കാര്യങ്ങളും അറിയാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മളെ ചെറുതോണി ഡാമും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒറ്റ ഫ്രെയിമിൽ തന്നെ ഈ രണ്ട് കാഴ്ചയും കാണാൻ പറ്റും കേട്ടോ. നമ്മളെ ചെറുതോണി ഡാമും അതുപോലെ തന്നെ നമ്മൾ ഈ ആർച്ച് ഡാമും കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല അവിടെ മനോഹരമായ ഒരു പാർക്കുണ്ട്. അപ്പോൾ ആ പാർക്കെല്ലാം ഞാൻ കയറി കാണിച്ചു തരാം കേട്ടോ. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ ഡാമിൻ്റെയൊക്കെ ആ ഒരു കറക്റ്റ് ഭംഗി അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മളത് ഇവിടെ നിന്ന് യാത്ര തിരിച്ചു ഈ വരുന്ന ഭാഗത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ. ഞാൻ ആ ഗ്രൗണ്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളെ മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമയുടെ ആ ഒരു ഫൈറ്റ് സീനൊക്കെ ചെയ്ത ഒരു ഗ്രൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ നേരെ ഞങ്ങൾക്കിവിടെ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പക്ഷേ ഇവിടെ ഇറങ്ങിയിരുന്നതിൽ കറക്റ്റ് നമുക്ക് ഓപ്പോസിറ്റ് ബാക്കായിട്ട് നമുക്ക് കറക്റ്റ് ആർച്ച് ഡാം കിട്ടുമായിരുന്നു. അപ്പോൾ കറക്റ്റ് ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രൗണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സ്ഥലങ്ങൾ പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഇറങ്ങാതെ ഇങ്ങനെ കണ്ടുപോയി കേട്ടോ. ഇങ്ങനെ വാഹനത്തിലിരുന്ന് തന്നെ കണ്ടുകൊണ്ടുള്ള കാഴ്ചയാണ്. ഞാൻ കുറച്ചുകൂടെ അടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മളെ ആർച്ച് ഡാമിൻ്റെ ഏകദേശം അടുത്തുള്ള രൂപം കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് കുറച്ചുകൂടെ ആണെങ്കിൽ അടുത്തോട്ട് പോകാമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ താഴെ നമ്മൾ വന്ന ഭാഗങ്ങളും പിന്നെ ഈ ഇട സൈഡിലായിട്ട് നമ്മൾ ഡാമും ഇനി നമ്മൾ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ കണ്ടങ്ങ് പോകാനാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വനം പ്രദേശം പോലെയും ആ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ അവിടെ കൂടെ യാത്ര ചെയ്യുമ്പോഴേ. അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള ആ യാത്രയിൽ തന്നെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അത് ഈ ഭാഗം ഉണ്ടല്ലോ, ഇതൊരു കലിങ്ങാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ ചെറുതോണിയിലെ ഡാമിൽ വെള്ളം തുറന്ന് വിടുമ്പോഴേ പോകുന്ന ഒരു ഭാഗമുണ്ടോ. അത് ഈ കാണുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് അതായത് അവരിങ്ങനെ ഒരു കലിങ്ങി ഇങ്ങനെ അത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഈ കാണുന്ന കലിങ്ങിൻ്റെ അപ്പുറത്തൂടാണ് ആ വെള്ളം തുറന്നു വിടുന്ന സമയത്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ചെറുതോണി തന്നെയാണ് കേട്ടോ. അപ്പോൾ ചെറുതോണി പോയിട്ട് അവിടെ നമ്മൾ പോവുകയാണേ. അപ്പോൾ നമ്മളെ ഇവിടെ ഇടുക്കി ഹോസ്പിറ്റലൊക്കെ ഉണ്ട് കേട്ടോ, മെഡിക്കൽ കോളേജൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് അങ്ങനെ പെട്ടെന്ന് പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ പാലത്തിൻ്റെയും മറ്റ് കാര്യങ്ങളുടെയൊക്കെ നല്ല അടിപൊളി വർക്കും കാര്യങ്ങളും നടക്കുന്നുണ്ട് കേട്ടോ. പാലമൊക്കെ ഇപ്പോൾ ചെറുതോണിയൊക്കെ ഒരുപാട് നല്ല വീതിയൊക്കെ കൂട്ടി. നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ആ ഒരു ജലപ്രളയ സമയത്തൊക്കെ നമുക്കറിയാം ഈ ചെറുതോണി ഭാഗത്തൊക്കെ എന്തുമാത്രം ആ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴും ആ ചെറുതോണി ഡാമിൻ്റെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ ചെറിയ പാലമുണ്ട് കേട്ടോ. പണ്ടത്തെ ആ ഒരു പഴയ പാലമുണ്ട് കേട്ടോ. അതായത് ആ ഒരു ജലപ്രളയ സമയത്ത് ആ വെള്ളമൊക്കെ കയറി വന്നുകൊണ്ടിരുന്ന ആ ചെറുതോണി പാലം ഇപ്പോഴും അവിടെ ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നല്ല വലിയ ഒരു പാലം അവരത് പണി കഴിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളത് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു. എല്ലാം കംപ്ലീറ്റ് ഇങ്ങനെ ബസ് യാത്ര തന്നെയാണ് കേട്ടോ. കാര്യം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വീഡിയോ പിടിച്ചിരിക്കുന്നത് നമുക്കിവിടെ ഒന്നും എപ്പോഴും പോകുമ്പോൾ എനിക്കെപ്പോഴും അവിടെ അങ്ങനെ ഒന്നും പോകാൻ പറ്റാത്തൊരു ഏരിയയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ഉള്ള ഞങ്ങളാ പോയിക്കൊണ്ടിരുന്ന എല്ലാ വഴികളും കേട്ടോ കംപ്ലീറ്റ് ആ റോഡ് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഞാനിങ്ങനെ വീഡിയോസ് പിടിച്ച് ഇങ്ങനെ അങ്ങ് പോയിട്ടോ. അവിടുത്തെ പമ്പും കാര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു മെഡിക്കൽ കോളേജും മറ്റു കാര്യങ്ങളും. ഇനി നമ്മൾ കുറച്ച് ദൂരം കൂടെ പോകുമ്പോഴത്തേക്കും നല്ല ഒരു വനപ്രദേശം തന്നെയാണ് കേട്ടോ. നമുക്ക് ആ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് തന്നെയാണ് കേട്ടോ ആ സൈഡിൽ കൂടെയൊക്കെ യാത്ര പോകുമ്പോഴേ, ആ റോഡിലൂടെയൊക്കെയുള്ള യാത്ര പോകുന്നത്. പിന്നെ ഞാൻ ഈ പോകുന്നത് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു നമ്മൾ ഈ ആർച്ച് ഡാമും അതുപോലെ തന്നെ നമ്മളെ ചെറുതോണി ഡാമിലിട്ട് പോകുന്ന അതേ സെയിം വഴിയുടെ നേരെ കറക്റ്റ് നമ്മളത് വഴി തിരിയുന്നതിൻ്റെ സൈഡായിട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഈ പറഞ്ഞൊരു പാർക്കും. അപ്പോൾ അതാണ് നമ്മളെ മെയിനായിട്ടുള്ള ലക്ഷ്യം കേട്ടോ. ആ ഒരു പാർക്ക് അത് ഭയങ്കര ഒരു ഭംഗിയെന്ന് എൻ്റെ അടുത്ത് അവർ പറഞ്ഞിരുന്നു കേട്ടോ. നമുക്ക് അവിടെ എന്തായാലും പോകണം, മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്, ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്പോട്ട് കൂടെയാണെന്ന് പറഞ്ഞു കേട്ടോ. അതായത് ഒത്തിരി ഫിലിം ഷൂട്ടിങ്സ്, അതായത് നമ്മൾ സിനിമ ഷൂട്ടിങ്ങും അതുപോലെ ആൽബവും പിന്നെ കുറേ സീരിയലിൻ്റെ ചിത്രീകരണമൊക്കെ ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ നല്ല അഡ്വഞ്ചറായിട്ടുള്ള നല്ല കുറേ കാര്യങ്ങളൂടെ ഉണ്ട് കേട്ടോ. ഞാനതെല്ലാം ഒന്ന് കാണിച്ചു തരാം. പിന്നെ മുൻപ് കുറച്ചുകൂടി നേരത്തെ ആയിരുന്നല്ലേ ഞാനൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ വളരെ വെള്ളം കുറവായിരുന്നു കേട്ടോ. ഡാമിലും വെള്ളം കുറവായിരുന്നു, അതുപോലെ തന്നെ ഈ പാർക്കിൻ്റെ ആ ഒരു ഭാഗത്തും വെള്ളം വളരെ കുറവായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഈ കുട്ടവഞ്ചി പോലത്തെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കൂട്ടുകാരെ ഞാൻ വിശദമായിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളെ ആ ഒരു വനപ്രദേശം പോലെ കേട്ടോ. ഭയങ്കര ഭംഗി തന്നെയാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു സൈഡിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു ചീവീടുകളുടെയൊക്കെ ആ ഒരു ശബ്ദവും ഭയങ്കര രസമാണ് കേട്ടോ. എന്തായാലും അടിപൊളി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ നമ്മളെ മെഡിക്കൽ കോളേജാണ് കേട്ടോ അതിരിക്കുന്നത്.
അപ്പോൾ ഞാൻ നമുക്കറിയാലോ അല്ലേ, നമ്മളെ ചുരുങ്ങിയ മെഡിക്കൽ കോളേജുകൾ മാത്രമേ ഉള്ളൂ, നമ്മളെ തിരുവനന്തപുരം ഇങ്ങനെ കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനെന്തായാലും അതുകൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ച് ഞാൻ അങ്ങനെ പോകാം കേട്ടോ. എന്തായാലും എൻ്റെ ഫസ്റ്റത്തെ അനുഭവം തന്നെയാണ് കേട്ടോ, ഇങ്ങനെ ഈ യാത്രയിലൂടെ ഞാനിങ്ങനെ പല സ്ഥലങ്ങളും കാണിച്ചുകൊണ്ടുള്ളതും. അതുമാത്രമല്ല ഈ മെഡിക്കൽ കോളേജും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് സമയത്ത് നമ്മളത് ഈ ഒരു ഭാഗം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മളെ കുറച്ചുകൂടെ മുകളിലോട്ട് പോയി കഴിയുമ്പോൾ ചെറുതോണി ഡാം, പിന്നെ ഇതാണ് നമ്മളെ മെഡിക്കൽ കോളേജിൻ്റെ ആ ഒരു എൻട്രൻസ് മെയിനായിട്ടുള്ള വഴി കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരം നമ്മളിത് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ അത് കാണാൻ പറ്റും കേട്ടോ. ചെറുതോണി ഡാമിൻ്റെ ചെറിയ കുറച്ച് ഭാഗം, അതായത് ബാക്കി ആ മരങ്ങളെല്ലാം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല, മരങ്ങൾ നിൽക്കുന്നുണ്ട് കാണാൻ പറ്റത്തില്ല. എങ്കിലും കുറച്ച് നല്ല ഭംഗിയായിട്ടുള്ള കുറച്ച് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷേ ഇതിനെക്കാട്ടി നല്ല മനോഹരമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് പാർക്കിൽ നിന്ന് കാണാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തീർച്ചയായിട്ടും ഈ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് ഞങ്ങളുടെ പല സുഹൃത്തുക്കളും ഇതിൽ പോയിട്ടുണ്ട്, ഞാൻ അവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങളും പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ മനോഹരമായിട്ട് കളിച്ചത്. നമ്മളിതിൽ ഈ ഒരു സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു വല്ലാത്ത ഒരു എന്താ പറയുക, ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. ആ ഒരു ചീവീടുകളുടെ ശബ്ദവും ഒക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ട് കേട്ടോ പോകാനായിട്ട്. അപ്പോൾ കൂട്ടുകാർ തീർച്ചയായിട്ടും നിങ്ങൾ ഇടുക്കിയിലോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലങ്ങളിലോ ഇങ്ങനെ ടൂറിനൊക്കെ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഈ ഒരു ഇടുക്കി ഡാമൊക്കെ കാണാൻ വരികയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഈ പാർക്കിൽ കയറാൻ മറക്കല്ലേ കേട്ടോ. കറക്റ്റായിട്ട് നമ്മളെ ഇടുക്കി ആർച്ച് ഡാമിൻ്റെയും അതുപോലെ നമ്മളെ ചെറുതോണി ഡാമിൻ്റെയൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളിത് പറഞ്ഞ ആ ഒരു സ്പോട്ട് എത്താറായിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്ക് വൈശാലി ഗുഹ കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഇടുക്കി നമ്മളെ ഈ ഒരു പവർ സപ്ലൈയുടെ കാര്യങ്ങളെല്ലാം ആ ഒരു റോഡ് അതുവഴിയാണ് കേട്ടോ. പിന്നെ അതായത് നമ്മളെ വൈശാലി ഗുഹ കാണാം. അപ്പോൾ പിന്നെ ഈ നമ്മൾ ഡാമിലേക്ക് പണിയാനായിട്ട് അവർ പൊട്ടിച്ചെടുത്ത ആ പാറകൾ കേട്ടോ, അത് ആ ഒരു കുന്നിൻ്റെ ഒരു കുറേ ഭാഗം കേട്ടോ. അങ്ങനെ അവർ അന്നത്തെ കാലത്ത് അതിനെല്ലാം പൊട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആ കംപ്ലീറ്റ് കാഴ്ചകൾ നമുക്ക് ഈ ഒരു പാർക്കിൽ ഇത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ ഈ ആർച്ച് ഡാം പണിയാനായിട്ട് സ്ഥാനം കാണിച്ചു കൊടുത്ത അദ്ദേഹത്തിൻ്റെ ആ ഒരു സമാധി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാമേ. അപ്പോൾ അദ്ദേഹമാണ് നമ്മളെ ഈ ആർച്ച് ഡാം പണിയാനായിട്ടുള്ള, അതായത് ഈ വെള്ളം കെട്ടി നിർത്താനുള്ള കറക്റ്റായിട്ടുള്ള ആ ഒരു സ്ഥാനം കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ സമാധി ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആർച്ച് ഡാം അവിടെ പണി ചെയ്യത്തില്ലായിരുന്നു. കാര്യം ബാക്കിയുള്ള ആർക്കും അവിടെ ഇങ്ങനെ സ്ഥാനത്തിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്യണമെന്നോ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഒരു പല സ്ഥലങ്ങളും തപ്പിക്കൊണ്ട് നടക്കുന്ന സമയത്താണ് കേട്ടോ ഇദ്ദേഹം പറഞ്ഞു കൊടുത്ത കറക്റ്റ് ആ ഒരു സ്ഥലം മുതൽ തുടങ്ങിയാണ് കേട്ടോ. അതിൻ്റെ ചുവട് നമുക്ക് വളരെ വീതി കുറവാണ് കേട്ടോ. ഏകദേശം ചെറിയ കല്ലുകൾ വെച്ച്, അതായത് ഒരു കല്ലിൽ അങ്ങോട്ട് പണി തുടങ്ങിയാണ് കേട്ടോ. അതിൻ്റെ ആ രണ്ട് പാറയുടെയും ആ ഒരു ജോയിൻറ്റ്, അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് എനിക്കധികം പറയാൻ അറിയത്തില്ല. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഇത് നമ്മളെ പാർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. വലത്തോട്ട് തിരിഞ്ഞാൽ പാർക്ക്, ഇടത്തോട്ട് തിരിഞ്ഞാൽ നമ്മളെ ചെറുതോണിയും അതുപോലെ ആർച്ച് ഡാമിലേക്ക് പോകുന്ന വഴി കേട്ടോ. അപ്പോൾ ഞങ്ങളത് ഈ വലത് സൈഡിലായിട്ട് കുറച്ച് ആ ഒരു തണൽ നോക്കി ഒന്ന് വാഹനമൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ പാർക്കിലേക്ക് പാസ് മുഖേന മാത്രമേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം ഒരാളിന്, മുതിർന്ന ഒരാളിന് 25 രൂപയാണ് കേട്ടോ ഈ പാർക്കിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നമ്മൾ ഫസ്റ്റ് വരുമ്പോഴത്തേ ഇവിടെ ഇടുക്കി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു പാർക്കിലെടുത്ത് ഇവിടെ നിന്ന് കയറിയാണ്. അപ്പോൾ ഞങ്ങളത് ഇവിടെ നിന്ന് അങ്ങനെ കയറി തുടങ്ങി. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ പാർക്കും പരിസരവും നല്ല വൃത്തിയാണ് കേട്ടോ. വൃത്തിയെന്ന് പറഞ്ഞാൽ മറ്റ് വേസ്റ്റുകളോ മാലിന്യങ്ങളോ ചപ്പുചവറുകളോ പ്ലാസ്റ്റിക്കോ അങ്ങനെ ഒരു ഐറ്റവും ഇല്ല. നമുക്ക് അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം ഞാനിവിടെ നിന്ന് ഏകദേശം ഈ മുകളിൽ ഞങ്ങളതിൻ്റെ ടവർ വരെ ഞാൻ കയറി കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെ വന്ന പലരും ടവറിൽ കയറില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ കാഴ്ച കാണണമെങ്കിൽ നമ്മൾ ടവറിലൂടെ കയറണം കേട്ടോ. ഒത്തിരി പേർക്ക് ഒരു മടുപ്പ് തോന്നും കേട്ടോ. കാര്യം ഇവിടെ എല്ലാം നടന്ന് വരുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും, കാലിനൊക്കെ വേദനയുള്ളവരെ, പ്രത്യേകിച്ച് ഇത്തിരി പ്രായമായിട്ടുള്ളവർക്കൊക്കെ ഒരു മടി തോന്നും. പക്ഷേ നിങ്ങൾ ഈ പാർക്കിൽ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടവറിലൂടെ ഒന്ന് കയറിയാൽ മാത്രമേ നമ്മുടെ ഈ പാർക്കിലെ കാഴ്ചകൾ പൂർണ്ണമായിട്ട് തീരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നടന്നു പോകാനൊക്കെ നല്ല സൗകര്യമാണ് കേട്ടോ. പിന്നെ ഇവിടെയും ഈ പാറകളൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് മാറ്റിയെടുത്താണ് കേട്ടോ. ആ ഒരു മനോഹരമായിട്ടുള്ള പാർക്ക് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, അവിടെ പാർക്കിലെടുത്ത് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ അങ്ങനെയുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഐസ്ക്രീം ഒക്കെ കഴിക്കണമെങ്കിൽ അങ്ങനെ അതിന് പ്രത്യേകിച്ച് അവിടെ ഇങ്ങനെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ശരിക്കും പോകേണ്ട വഴി. ഇതാണ് നമ്മളെ പാർക്കിലായിട്ടുള്ള വഴി കേട്ടോ. അതായത് കുഞ്ഞുങ്ങൾക്കൊക്കെ മനോഹരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. നമ്മൾ ഫസ്റ്റിൽ ഇങ്ങനെ നടന്നു വരുന്ന സമയത്തെല്ലാം നമുക്കിങ്ങനെ ഡാം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് നമ്മൾ തുടക്കത്തിലൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, നമ്മളെ ആർച്ച് ഡാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ ആർച്ച് ഡാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മറു സൈഡിലൂടെയാണ് നമ്മൾ കറങ്ങി വന്നത് കേട്ടോ.
കാരണം ഇപ്പം നമ്മളിത് അതിന് നേരെ ഇങ്ങനെ ബാക്കിലായിട്ടാണ് ആ ഒരു സൈഡിലായിട്ടാണ് നിൽക്കുന്നുണ്ട്. പിന്നെ അത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ, ഇങ്ങനെ ആ പാലത്ത് ആ ഒരു ആർച്ച് ഡാമിൻ്റെ പകുതിയോളം അവിടെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ബാക്കി അതിലിങ്ങനെ പണി ചെയ്യുകയാണ് കേട്ടോ. അതിൻ്റെ പെയിൻറ്റടി കാര്യങ്ങളൊക്കെ അത് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് ഈ കാണുന്ന ഒരു മലയുണ്ടല്ലോ, ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള 2 മലയ്ക്കും കറക്റ്റായിട്ടുള്ള പേര് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും പറയുന്നില്ല. എങ്കിലും ഇത് ഇനി നമുക്ക് കുറച്ചുകൂടെ ഇങ്ങനെ മാറി വരുന്ന സമയത്താണ് നമുക്കിവിടെ ഇടത് സൈഡിലായിട്ട് ചെറുതോണി ഡാം കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ഞാനൊന്ന് കുറച്ചുകൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മളെ ഞാൻ പോയൊരു കാൽവരി മൗണ്ട്, ആ ഒരു പ്ലേസ് നമുക്കിവിടെ നിന്നാൽ അതിൻ്റെ ഒരു ചെറിയ കുറച്ച് ഭാഗങ്ങൾ ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റും കേട്ടോ. വളരെ വ്യക്തമല്ല, ചെറുതായിട്ട് കാണാം. അതുപോലെ തന്നെ അവിടെ നിന്ന് നോക്കുന്ന സമയത്തും നമുക്ക് ഈ ഭാഗവും വളരെ ചെറുതായിട്ട് കാണാം കേട്ടോ. ചില സമയങ്ങളിൽ മഞ്ഞ് മൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റത്തില്ല. മഞ്ഞില്ലാത്ത നല്ല വെയിലുള്ള ഒരു സമയമാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയും വ്യക്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കൂടെ ഇങ്ങനെ ബോട്ട് സർവീസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചത് അല്ലാതെ അവിടുത്തെ ജീവനക്കാർ പോകുന്നതായിരിക്കുന്നു. പിന്നീടാണ് അറിഞ്ഞത് കേട്ടോ, അവിടെയല്ല, നമുക്ക് താഴെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പാസ് എടുത്തിട്ട് നമുക്ക് അവിടെ ബോട്ട് സർവീസ് കൂടെ നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി അത്യാവശ്യം വലിയ ബോട്ട് തന്നെയാണ്. അപ്പോൾ അതിലിങ്ങനെ പാസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ മുകളിൽ നിന്നുള്ള നമ്മളെ ആ ഒരു ഡാമിൻ്റെ, അതായത് നമ്മളെ ചെറുതോണി ഡാമിൻ്റെ, അത് നമ്മൾ ഇടുക്കി ആർച്ച് ഡാമിൻ്റെ 2 ഫ്രെയിം നമുക്ക് ഒന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇപ്പോൾ നമ്മൾ ഈ പാർക്കിൽ നിന്നുള്ള സൈഡിൽ നിന്നുള്ള ജസ്റ്റ് ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഈ ഇട സൈഡിലായിട്ട് പാറ പൊട്ടിച്ച് നമുക്ക് ആ ഒരു സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ ഒരു വൈശാലി ഗുഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ബോട്ട് സർവീസ് കാര്യങ്ങൾ കേട്ടോ. പക്ഷേ ഞങ്ങളവിടെ എത്തിയത് കറക്റ്റ് നല്ല ഉച്ച സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ വെയിലും കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഞാനത് മാക്സിമം ഒന്ന് സൂം ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ചിങ്ങനെ പണി ചെയ്തിട്ടുള്ള കാണാം. പിന്നെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ വൈശാലി ഗുഹ കേട്ടോ. അപ്പോൾ ഇത് മറ്റേ എന്തോ ടണലോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതായത് ഇവിടത്തേക്കുള്ള പണിക്കുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുപോയതും ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ ഇടുക്കി ഡാമിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് കേട്ടോ. ഇനി ഇവിടെയും നമുക്കിവിടെയും കറങ്ങാനായിട്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ. നമ്മൾ പക്ഷേ ഇവിടെ നിന്ന് അത്ര ക്ലിയർ കേട്ടോ, കോളമഞ്ഞും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ മറുസൈഡാണ്, ഇച്ചിരി നല്ല ദൂരമാണ് കേട്ടോ. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ കാലൂരി മൗണ്ടിൻ്റെ അവിടുത്തെ ഒരു കാഴ്ച. ഞാൻ അവിടെയും പോയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയിരുന്ന സമയത്ത് ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ അവിടെ നിന്ന് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആ മനോഹരമായിട്ടുള്ള പാർക്ക് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ പോകുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു ചെറിയ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ചിത്രീകരണം കാര്യങ്ങൾ നടന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അത് ആ ഒരു സൈഡാണ് കേട്ടോ. അപ്പോൾ ആ സൈഡിൽ നിന്ന് മാറി ഞാൻ അവിടുത്തെ ഭംഗി കേട്ടോ. നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ചങ്ങന്മാരെ, തീർച്ചയായിട്ടും അവിടുത്തെ വൃത്തി കാര്യങ്ങളൊന്നും നോക്കിക്കുക. നല്ല മനോഹരമായിട്ടുള്ള ഒരു പാർക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആർക്കായാലും കേട്ടോ തീർച്ചയായിട്ടും അവിടെ പോയ കുഞ്ഞുമക്കളൊക്കെ എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിക്കാൻ പറ്റിയ പ്ലേസ് കേട്ടോ. അവർക്കുള്ള ഈ വല സ്ഥലമാണ് കേട്ടോ. ഈ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേക നല്ല അടിപൊളി നല്ല വൃത്തിയുള്ള ബാത്റൂം സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ കുഞ്ഞുങ്ങളതേ ഇങ്ങനെ പാർക്കിലോട്ടൊക്കെ ഇറങ്ങി അവർ നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇനി ഇതിൻ്റെ ഞാൻ ഫസ്റ്റ് നമ്മൾ ആ തുടക്കത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു കുട്ടവഞ്ചി അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം, ഒന്ന് വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരുപാട് ഈ തണൽ വൃക്ഷങ്ങൾ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുഞ്ഞുങ്ങളായിട്ട് അവർക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഭാഗം തന്നെയാണ്. ഇനി ഇതിൻ്റെ ആ ഒരു സൈഡ് കുറച്ചും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്കൊരു അഡ്വഞ്ചറായിട്ടുള്ള ഒരു കുറേ സംഗതികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അത് ഇവിടെ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ ടവറാണ് കേട്ടോ ഏറ്റവും ടോപ്പിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇനി അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒത്തിരി സമയം ചിലവഴിച്ചു കേട്ടോ, ഒരുപാട് സമയം ഞങ്ങളിവിടെ ചിലവഴിച്ചു. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അടിച്ചു പൊളിക്കുന്നു. അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ വളരെ വെള്ളം കുറവാണ് കേട്ടോ. പക്ഷേ ഇവിടെ ധാരാളം വെള്ളം ഉണ്ടായിരുന്ന സമയത്താണ് കേട്ടോ ഇവിടുത്തെ ഇങ്ങനെ ഈ പാർക്കിൽ അവർ അതിൻ്റേതായിട്ടുള്ള സൗകര്യ കാര്യങ്ങളൊക്കെ ഇവിടെ ഇതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട് കേട്ടോ. ഒരുപാട് മീനുകളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അത് നമുക്ക് ഇവിടെ കൂടെ നേരത്തെ ഇറങ്ങാൻ വരുന്നു കേട്ടോ. ഇപ്പോഴത്തെ അവരിങ്ങനെ പോകാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവഴി നടന്നു പോയി കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ പോയിട്ട് ഈ വലത്തോട്ട് കണ്ടോ, വലത്തോട്ട് അവിടെ സ്റ്റെപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഇതിങ്ങനെ. അപ്പോൾ ഒരു സമയത്ത് ഞാനിതിൻ്റെ ഒരു മുൻപത്തെ ഒരു വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ധാരാളമായിട്ടുള്ള വെള്ളമുണ്ട് കേട്ടോ, ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ വഞ്ചിയിലൊക്കെ ഇങ്ങനെ നമുക്ക് അതും ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോകാൻ പറ്റിയ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വളരെ വെള്ളം കുറവാണ് കേട്ടോ. അതുകൊണ്ട് പക്ഷേ നമുക്കത് ഈ മീൻ കുഞ്ഞുങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് കുഞ്ഞു മീനുകളും അതുപോലെ അത്യാവശ്യം സൈസുള്ള മീനുകളുണ്ട്. പിന്നെ അതുപോലെ കുറേ കാഴ്ചകളൊക്കെ അവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് കൂട്ടുകാരൊക്കെ ഇവിടെ നിന്നുണ്ട് ഈ കപ്പലണ്ടി ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫൈവറിനാണ് കേട്ടോ ഈ കുട്ടവഞ്ചി.
അപ്പോൾ ഇതിവിടെ അതിൻ്റെ അറിയിപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുൻകൂട്ടി ഇങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കണ്ട് ഞങ്ങളിത് ഈ അടുത്ത് ഈ കുറേ സമയം ഇങ്ങനെ നമ്മുടെ ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ചിലവഴിച്ചു കേട്ടോ. അതായത് ധാരാളം മീനുകളൊക്കെ കാണാൻ കിട്ടുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ ഈ കഴിക്കുന്ന കുഞ്ഞു കുഞ്ഞ് ഈ കപ്പലണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇത് ഇവിടെ ഇങ്ങനെ മീനിന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കാനായിട്ട് വരുന്ന മീനുകളാണ് കേട്ടോ ഇതിങ്ങനെ. ഇത് അങ്ങോട്ടൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അവിടെ നിന്നൊക്കെ കുറച്ച് അങ്ങോട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വലിയ മീനുകളും കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇത് കാണാൻ തന്നെ ഒരു ഭയങ്കര രസം കേട്ടോ. ഇത്രയും കുഞ്ഞു മീനുകളൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ചേ ഒരുപാട് മീനുകൾ അതിങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കാണാനൊക്കെ തന്നെ ഭയങ്കര രസം. കുഞ്ഞുമക്കൊക്കെ കേട്ടോ, പ്രത്യേകിച്ച് നമ്മളെ കുഞ്ഞുമക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ, ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തത് ഒരുപാട് കുഞ്ഞു കുട്ടികളുണ്ട് കേട്ടോ. അവർക്ക് ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ്. അവരോട് കിടന്ന് ഭയങ്കര കയ്യടിയും ചിരിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ വീണ്ടും വീണ്ടും ഈ പാർക്കിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇവിടുത്തെ ഈ ഒരു കാഴ്ച കാര്യങ്ങളൊക്കെ ഇനി ഇത് കഴിഞ്ഞ് ഇനി ഞാൻ ഇതിൻ്റെ കുറച്ച് മുകളിലോട്ടുള്ള ആ ഒരു കാര്യങ്ങളോട് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഇത് ഈ നമ്മളെ ഈ ചോളാൻ പൊരി ഉണ്ടല്ലോ, ആ പൊരിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അത് മീൻ ഒറ്റയടിക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. അവരതിങ്ങനെ ഇതിന് കഴിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ കൊത്തിക്കൊണ്ട് ഇങ്ങനെ പോകുന്നതാണ്. ശരി, അപ്പോൾ ഈ പാർക്കിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നല്ല ചെടികൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ ഓരോ കറക്റ്റ് നമുക്കിങ്ങനെ വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ സൈഡ് ഇങ്ങനെ കണ്ടത് ഇങ്ങനെ പോകാനായിട്ട്. അപ്പോൾ ഇത് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടത് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെയാണ് കറക്റ്റ് നമ്മളെ ആ ഇടുക്കിയുടെ ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ആ ഒരു ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ് അവർ പാറ പൊട്ടിച്ചിട്ടുള്ള ഒരു സ്ഥലവും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഈ വെള്ളത്തിൻ്റെ ആ ഒരു അളവ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ആ പാർക്ക് ചെയ്യുന്നത് ഇനി ഇങ്ങനെ നടന്ന് ഇങ്ങനെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം എന്താ പറയുക, നല്ല മനോഹരമായിട്ടുള്ള വൃത്തിയും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വേസ്റ്റ് കാര്യങ്ങൾ നമ്മൾ കുടിക്കുന്നതൊക്കെ കൊണ്ടുപോയി കുടിച്ച അല്ലെങ്കിൽ ഈ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും ഇടാനായിട്ടുള്ള ആ ഒരു കറക്റ്റ് കാര്യങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളാ ഒരു അഡ്വഞ്ചർ പാർക്ക് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാനത് വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തരാമേ. അപ്പോൾ ഈ ഇട സൈഡിലായിട്ട് കേട്ടോ ഇത് രണ്ട് കുഞ്ഞുങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അവരിത് ഫസ്റ്റ് ഇവിടെ സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോൾ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് പോകെ ഇതിങ്ങനെ ഈ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ആട്ടം തുടങ്ങും കേട്ടോ. ഇങ്ങനെ താഴ്ന്നും പൊങ്ങി ഇങ്ങനെ വരും കേട്ടോ. അതായത് അത്രയും ആ ഒരു ലെങ്തി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവരെ മാതാപിതാക്കളൊക്കെ കുറച്ച് ഞാൻ കാണിച്ചു കേട്ടോ. അവരിത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. അവർ കുഞ്ഞുങ്ങളടുത്ത് ഭയങ്കര ധൈര്യമായിട്ട് വരും എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അവർക്കിങ്ങനെ ധൈര്യമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുമൊക്കെ അവർക്ക് ഇച്ചിരി ചെറിയ പേടിയും കാര്യങ്ങളും ഉണ്ടോ, ഇത്രയും ദൂരം ഇങ്ങനെ ക്രോസ് ചെയ്ത് വരണ്ടേ. അപ്പോൾ ഇതിനും അത്യാവശ്യം നല്ല പൈസ അവർ ഈടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതതിൻ്റെ മുകളിലത്തെ ഒരു കാഴ്ച കേട്ടോ. നമുക്കിത് ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനൊക്കെയുള്ള സൗകര്യം കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളത് ഈ താഴത്തെ പാർക്കും കാര്യങ്ങളൊക്കെ അത് ഇവിടെ നിന്ന് കാണാം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്കിത് ഇപ്പുറത്ത് കുറേ കൂടെ അങ്ങോട്ട് നമ്മൾ പോകുന്നതിന് അനുസരിച്ചിട്ട് കുറച്ചുകൂടെ പാർക്കിൽ കുഞ്ഞുങ്ങൾക്കുള്ള കുറേ പാർക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം അവർ തുറന്നിട്ടില്ലെങ്കിലും ഞങ്ങളാ പോകുന്ന സമയത്ത് അവിടെ അതൊക്കെ ഇങ്ങനെ അടച്ച് ക്ലോസ് ആക്കിയാണ് ഇട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇനി ആ കുഞ്ഞുമക്കൾ ഇതുവഴി ഇങ്ങനെ നടന്നത് കരയിലെത്തണം കേട്ടോ. അപ്പോൾ അവരിപ്പോൾ ഒരു കാൽഭാഗം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ പാർക്കിലൊക്കെ പക്ഷേ ഇവിടെ പ്രവേശനമുള്ളതാണ്. പക്ഷേ ഇവിടെ എന്തായാലും ഇതിപ്പോൾ ക്ലോസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എങ്കിൽ ഇവിടെ നിന്നിട്ട് നമ്മൾ ചെറുതോണിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ കേട്ടോ. നമുക്ക് വയ്ക്കുമ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പോയി. അപ്പോൾ മാമൻ പറഞ്ഞു നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പോകേണ്ട ഒരൊറ്റ സ്ഥലമാണ്, നമ്മുടെ മെയിനായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടുത്തെ ഒരു ടവർ റൂം കേട്ടോ. അപ്പോൾ മാമനും ഞാനും മാത്രമായിട്ട് ഇങ്ങനെ ടവറിലോട്ടുള്ള യാത്ര തുടങ്ങി കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ, ഭയങ്കര രസമാണ് കേട്ടോ ആ യാത്ര. അപ്പോൾ ഇതിൽ കയറിയാൽ മാത്രമാണ് നമ്മൾ ഈ പാർക്കിൻ്റെ കാഴ്ചകൾ നമുക്ക് ഏകദേശം ഉള്ളതും കണ്ടു കഴിഞ്ഞു എന്ന് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതായത് നമ്മൾ ഈ കറങ്ങിയ സ്ഥലങ്ങളെല്ലാം, അതായത് ഈ പാർക്കിന് ചുറ്റുപാടുള്ളതെല്ലാം നമുക്ക് ഈ ഒറ്റ ഫ്രെയിമിൽ ഇവിടെ നിന്നുണ്ട് ഈ ടവറിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും നടന്ന് അവസാനം ആ ഒരു ടവറിൻ്റെ ചുവട്ടിലെത്തി കേട്ടോ. ഈ ടവറിൻ്റെ പണി കഴിപ്പിച്ചിട്ടുള്ളതും ഒരു മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ. ഞാനിതിൻ്റെ ഈ ടവറിൻ്റെ ടോപ്പ് ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞ് സ്റ്റെപ്പുകളാണ്. അപ്പോൾ കുഞ്ഞുമക്കളൊക്കെ വരുന്നവർ പ്രത്യേകം സൂക്ഷിക്കുക കേട്ടോ. ഈ സൈഡ് അറിയാമല്ലോ, അവർ മറ്റ് കൈവരിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ചെറിയ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക. അങ്ങനെ ഞാനും മാമനൊപ്പം വന്നു. മാമൻ എനിക്ക് അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അവിടെ നിൽക്കുന്ന സമയങ്ങളിൽ ഓരോരോ സ്ഥലങ്ങളായിട്ട്, അതായത് മാമൻ്റെ നാട് ഇടുക്കി തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർക്കിവിടെ എല്ലാം അറിയാം കേട്ടോ. മാമനിങ്ങനെ കൈ ചൂണ്ടി എനിക്ക് ഓരോരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്നാൽ മാത്രമാണ് കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് നമ്മളെ ചെറുതോണി കാണാൻ പറ്റും. പിന്നെ നമ്മളെ ചെറുതോണി ഡാം കാണാം. ഇതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മളെ ചെറുതോണി ഡാം കേട്ടോ. അപ്പോൾ നമ്മളെ ചെറുതോണിയിലുള്ള ആ ചെറുതോണി ടൗണ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ അതുവഴിയെല്ലാം നമ്മൾ വന്നതാണ്. അപ്പോൾ ആ കാഴ്ചകളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മളെ ചെറുതോണി ഡാം ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളിങ്ങനെ നീക്കി നോക്കുന്ന സമയത്ത് നമ്മൾ ഇടുക്കിയിലത് ആർച്ച് ഡാമും നമുക്ക് കാണാം കേട്ടോ. വല സ്ഥലം കേട്ടോ. അപ്പോൾ ഈ കറക്റ്റ് ടവറിൽ കയറിയാൽ മാത്രം നമുക്കത് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ.
അപ്പോൾ വൈശാലി ഗുഹ കാണാം. അതുപോലെ തന്നെ എല്ലാ കാഴ്ചകളും കേട്ടോ. ഞാനിവിടെ നിന്ന് ഒറ്റ ഇതിൽ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വളരെ ഭംഗിയാണ് കേട്ടോ. ചിലപ്പോൾ ഇനി ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ വരുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. കാര്യം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഞാൻ പലതവണ നമ്മൾ കട്ടപ്പനയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഞാൻ ഈ ഒരു കാഴ്ച കാണാൻ ഇവിടേക്ക് വരുന്നത്, ഈ പാർക്കിലൊക്കെ വരുന്നത് ഞാനിത് ഫസ്റ്റ് ടൈം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പാർക്കിലെ കാഴ്ചകൾ കാര്യങ്ങളെല്ലാം നല്ല മനോഹരമായിട്ടാണ് കേട്ടോ. ഇനി കേട്ടോ നമ്മളെ നേരത്തെ കുഞ്ഞുങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു അഡ്വഞ്ചറായിട്ടുള്ള ഒരു എന്താ പറയുക കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലവും ഇനി നമുക്കത് ഈ ഭാഗത്തോടൊക്കെ പോകാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കുറച്ച് അപ്പുറത്തോട്ടുള്ള കാഴ്ചകളൂടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ചങ്കളെ തീർച്ചയായിട്ടും ഞാൻ ഇനി ഇതിൻ്റെ ഈ ടവറിൻ്റെ ഒരു ടോപ്പ് കാണിക്കാം കേട്ടോ. ഇത് നല്ല ചുടുകല്ലിലായിട്ട് ഇങ്ങനെ കെട്ടിക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. എന്തായാലും തീർച്ചയായിട്ടും ആ പാർക്കിൽ പോകുന്നവർ നമ്മളെ ഈ ഒരു ടവറുമുള്ള പോകാൻ മറക്കരുത് കേട്ടോ. എന്തായാലും ഇത് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് അവിടെ നിന്ന് വരാൻ തോന്നില്ല കേട്ടോ. എനിക്ക് കണ്ടിട്ട് മതി വന്നില്ല അവിടെ നമ്മൾ ആർച്ച് ഡാം കേട്ടോ. അപ്പോൾ ഈ ആർച്ച് ഡാം കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കണ്ടു തിരിച്ചത് അവിടെ നിന്ന് യാത്ര തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ആർച്ച് ഡാമിനൊക്കെ കറക്റ്റായിട്ട് ആ സ്ഥാനം കാണിച്ചു കൊടുത്ത ആ വലിയ മനുഷ്യൻ്റെ കൂടെ കുറച്ച് അല്ലേ ഒരു മനുഷ്യൻ്റെ ഒരു സമാധി കാര്യങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് കൂട്ടുകാരൊക്കെ അവിടെ നിന്നൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ ഒത്തിരി കുറച്ച് സ്ഥലങ്ങളിലൂടെ പോകാനുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ആ റോഡ് കുറച്ചേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇങ്ങനെ കറങ്ങി വരുന്ന സമയത്താണ് ഞാനത് ഇങ്ങനെ വളരെ സ്ലോവിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ കറക്റ്റ് ഈ ഒരു ടേണിങ് ഈ വളലാണ് കേട്ടോ. ഇതേ കൊടുത്തിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ഇവിടെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിലായിട്ട് ഇങ്ങനെ ബോർഡിൽ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ കമൻറ്റ് കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.